Hello everyone, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിസണിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിസണിംഗ് സബ് ടെസ്റ്റിൻ്റെ പാർട്ട് സി എങ്ങനെ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒന്ന് മൊത്തം ലിസണിംഗ് ടെസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിപ്പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിസണിംഗ് പാർട്ട് സിയുടെ സ്ട്രക്ചർ നോക്കിയിട്ട് അതിൻ്റെ ടിപ്സ് നമുക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ സ്കോർ ഇംപ്രൂവ് ആക്കാം എന്നുള്ള ടിപ്സിലോട്ട് നമുക്ക് പോവാം. നമുക്കറിയാം ലിസണിംഗ് സബ് ടെസ്റ്റിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. നമ്മളിപ്പം എയിലോട്ടും ബിയിലോട്ടും നമ്മൾ പോകുന്നില്ല. ലിസണിംഗ് പാർട്ട് സി മാത്രമാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. എയുടെയും ബിയുടെയും ലൈക്ക് കുറച്ച് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം ടോട്ടൽ ലിസണിംഗ് സബ് ടെസ്റ്റിൽ 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് ഏകദേശം 40 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ഓഡിയോ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് സ്കോർ എന്ന് പറയുന്നത് ബി ഗ്രേഡാണ്. ബി ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്കോർ എന്ന് പറയുന്നത് 350 ആണ്. ഈ 350 കിട്ടാൻ വേണ്ടി നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട സ്കോർ എത്രയാണെന്ന് വെച്ചാൽ 30 ആണ്. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 42 ഇൻറ്റു 500 എന്ന കാൽക്കുലേഷനിലാണ് നമ്മുടെ സ്കോർ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ 30 വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 350യിൽ വീഴും. ആൻഡ് ആ 350 ആണ് നമുക്ക് ബി ഗ്രേഡ് ആയിട്ട് വരുന്നത്. ആ ബി ഗ്രേഡാണ് നമ്മുടെ റിക്വയർഡ് സ്കോർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഒറ്റത്തവണ മാത്രമേ പ്ലേ ചെയ്യത്തുള്ളൂ. ഒരു കാരണവശാലും അവരത് റിപ്പീറ്റ് പ്ലേ ചെയ്യത്തില്ല അൺലെസ് ദർ ഈസ് എ സിസ്റ്റം എറർ. അല്ലാതെ ഇപ്പം നമ്മളത് കേൾക്കാതെ പോയി നമുക്ക് ആ ഒരു പാർട്ട് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവരെന്തായാലും അത് റീപ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷനോട് കൂടി മാത്രം നിങ്ങൾ ഇരിക്കുക. ഒരു കാരണവശാലും ഡിസ്ട്രാക്റ്റഡ് ആവരുത്. കാരണം അന്നേരം നിങ്ങൾ ചിലപ്പോൾ ആ ഏരിയ സ്കിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഡിയോ കേൾക്കുക, സെയിം ടൈം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുക. ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾ ആൻസറും എഴുതിപ്പോണം. ഇതാണ് ലിസണിങ്ങിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. സോ അതിനുള്ള സ്കിൽസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ആ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ആൻസർ എഴുതി പോകണം. അല്ലാതെ അവർ സെപ്പറേറ്റ് ടൈം ആൻസേഴ്സ് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസേഴ്സ് എഴുതാനോ തരുന്നില്ല. അപ്പം സ്പീഡ് ഒരു ഘടകം തന്നെയാണ്. നിങ്ങൾ ഒരു സ്ലോ റൈറ്റർ ആണെങ്കിൽ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 42 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് യു വിൽ ബി ഗെറ്റിംഗ് 2 minutes ടൈം ടു ചെക്ക് യുവർ എൻറ്റയർ ആൻസേഴ്സ്. അതായത് എയിലെയും ബിയിലെയും സിയിലെയും ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് 2 minutes ടൈം തരുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത്, വേറെ സെപ്പറേറ്റ് ആൻസർ ബുക്ക്ലെറ്റ് ഇല്ല. ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തന്നെയാണ് നിങ്ങൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്. എയും ബിയും സിയും തെറ്റിപ്പോവരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ലിസണിങ് പാർട്ട് സിയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലിസണിങ് പാർട്ട് സിയിൽ 2 ഡിഫറെൻറ്റ് എക്സ്ട്രാക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ എക്സ്ട്രാക്ട് 1 ആൻഡ് എക്സ്ട്രാക്ട് 2. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്ത് 2 ഡിഫറെൻറ്റ് ഓഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ആ ഓഡിയോസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഇൻ്റർവ്യൂ ആവാം, ഓർ എൽസ് ഇറ്റ് ക്യാൻ ബി എ പ്രസൻറ്റേഷൻ. ഓക്കെ, ഈ 2 രീതിയിലുള്ള ഓഡിയോസാണ് സി പാർട്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതിന് 3 ആൻസർ ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ സെക്കൻഡ് എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്ത് നാദർ 6 ക്വസ്റ്റ്യൻസ് യു വിൽ ബി ഗെറ്റിംഗ്. അതിനും 3 ആൻസർ. ഈച്ച് ക്വസ്റ്റ്യന് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. എ ബി സി എന്നുള്ള 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുവാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ബി ആണ് ആൻസർ എങ്കിൽ ബീനെ എൻസർക്കിൾ ചെയ്ത് ഒരു സർക്കിൾ ഉണ്ടാവും. ആ എൻറ്റയർ സർക്കിൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അതല്ല, ഒരു സെക്കൻഡ് തോട്ടിൽ നിങ്ങൾക്ക് ബി അല്ല സി ആണ് ആൻസർ എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കംപ്ലീറ്റ് ഇറേസ് ചെയ്തിട്ട്
ആ സി ഷെയ്ഡ് ചെയ്യുവാണ് വേണ്ടത്. അല്ലാതെ ക്രോസ് ഇടരുത്, ടിക്ക് ഇടരുത്, ഒന്നും ചെയ്യരുത്. ബിക്കോസ് ഇറ്റ്സ് എ കമ്പ്യൂട്ടറൈസ്ഡ് ഇവാലുവേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൻസേഴ്സ് ഇൻവാലിഡ് ആയി പോകും. അത് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ OET റെക്കമെൻഡ് ചെയ്യുന്നത് 2B പെൻസിലാണ്. പാർട്ട് B ആൻഡ് C ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ മേടിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ഒരു ആൻസറിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ടിപ്സാണ്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഓൺലൈൻ OET ക്ലാസ്സസിനെ കുറിച്ചൊന്ന് പറയാം. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ട്. സൂം ക്ലാസ്സസ് 80 hours ആണ്. അത് ഫോക്കസ്ഡ് ഓൺ ബിഗിനേഴ്സ് ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കോഴ്സസും ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് 30 hours അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ മോഡ്യൂൾസും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ട്രെയിനിങ് കിട്ടും. പിന്നെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആയിരിക്കും. പിന്നെ ക്രാഷ് കോഴ്സ് ഉണ്ട്. ക്രാഷ് കോഴ്സും ഇൻഡിവിജ്വൽ ക്ലാസ്സസ് തന്നെയാണ്. പിന്നെ അതും ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളത് അടുത്ത സൂം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 11th of April 2022 ആണ്. സോ ഇൻ കേസ് ഇഫ് യു വാണ്ടഡ് ടു ജോയിൻ ഇപ്പം തന്നെ അത് ബുക്ക് ചെയ്തിടണം. പിന്നെ വേറൊരു ക്ലാസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മോഡ്യൂൾ. അതായത് നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് മോഡ്യൂളിലാണ് നിങ്ങൾ വീക്കെങ്കിൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും മാത്രമായിട്ട് സെപ്പറേറ്റ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇൻഡിവിജ്വൽ ട്രെയിനറാണ്, 1:1 സെഷൻസ് ആണ്, ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. സോ ഈ എല്ലാ ക്ലാസ്സസിന് വേണ്ടിയിട്ടും നിങ്ങൾ ആ സ്ലൈഡിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് പോവേണ്ടത് ടിപ്സിലോട്ടാണ്. എങ്ങനെ നമ്മുടെ സി പാർട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. അതായത് എല്ലാവർക്കും സി പാർട്ട് ഡിഫിക്കൽട്ട് ആവുന്നത് അതൊരു റിസർച്ച് സ്റ്റഡിയെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെക്ചറിങ് ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് സി പാർട്ട് ഡിഫിക്കൽട്ട് ആവുന്നത്. പക്ഷേ എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും സി പാർട്ടിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റില്ല. കാരണം മിനിമം നമുക്ക് 30 സ്കോറെങ്കിലും വേണം. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എപ്പോൾ OET പഠിക്കാൻ ഡിസൈഡ് ചെയ്യുന്നോ ആ സമയത്ത് തന്നെ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് യൂട്യൂബിൽ നിന്നൊക്കെ പോഡ്കാസ്റ്റുകളായിട്ട് ലിസൺ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻഡയറക്റ്റ്ലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ആക്സൻറ്റുമായിട്ട് ഫെമിലിയറായിട്ട് വരും. അപ്പോൾ ഡെയിലി ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റുകൾ, അതിൻ്റെ ലിസ്റ്റ് ഞാൻ ലാസ്റ്റ് തരാം, ഏതൊക്കെ പോഡ്കാസ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പോഡ്കാസ്റ്റുകൾ ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും കേൾക്കുന്നത് ശീലമാക്കുക. ഇച്ചിരി ഹാർഡാണ്, എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇച്ചിരി കഷ്ടപ്പെടാം. ഓക്കെ, അതൊരു കാര്യം. ഇനി ഈ പോഡ്കാസ്റ്റുകൾ നമ്മൾ OET എന്നുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുമ്പോൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്കൊന്നും വെക്കരുത്. OET എന്ന ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ OET പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ ഈ പോഡ്കാസ്റ്റുകൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. എപ്പോഴൊക്കെ ഫ്രീ ആവുന്നോ ആ സമയത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ബിക്കോസ് നമുക്ക് OETയിൽ ലിസണിങ്ങിൽ മൾട്ടിപ്പിൾ ആക്സൻസിലുള്ള ഓഡിയോസാണ് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഈ ഓസ്ട്രേലിയൻ ആക്സെൻറ്റ്, UK ആക്സെൻറ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ആക്സെൻറ്റ് എല്ലാം നമുക്ക് ഒരുപോലെ ഫെമിലിയർ ആയാൽ മാത്രമേ നമുക്ക് ലിസണിങ് സബ് ടെസ്റ്റിൽ കുറച്ച് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഷോർട്ട് കട്ട്സ് ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത ഒരു കാര്യം, സ്ലോ റൈറ്റിംഗ് എപ്പോഴും അത് അഫക്റ്റ് ചെയ്യുന്നത് എ പാർട്ടിനെയാണ്. ബിയും സിയും അത്ര അഫക്റ്റ് ചെയ്യില്ല. എന്നാലും ഇതിൻ്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞു പോവാണ്. സ്ലോ റൈറ്റർ ആണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒരു ശീലിക്കുന്നത് വളരെ വളരെ നിങ്ങളെ ഇമ്പ്രൂവ് ആക്കിക്കും. അതായത് പിന്നെ നിങ്ങളൊരു ചെറിയ പീസ് ഓഫ് ഓഡിയോ, അത് പോഡ്കാസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു പീസ് ഓഫ് ഓഡിയോ എടുത്തിട്ട് അത് അവരുടെ കൂട്ടത്തിൽ എഴുതി പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ഓഡിയോയുടെ പുറകെ നമ്മൾ എഴുതിയെത്തില്ല. അപ്പോൾ പതുക്കെ പോസ് ചെയ്ത് കേട്ട് അങ്ങനെ തന്നെ ആദ്യമൊക്കെ പഠിക്കുക. ഗ്രാജ്വലി യുവർ സ്പീഡ് വിൽ ഇംപ്രൂവ്. ഓക്കെ, ഡെഫിനറ്റായിട്ടും നിങ്ങളെ സ്പീഡ് ഇംപ്രൂവ് ആവും. അതുകൊണ്ട് അത് ഡിസപ്പോയിൻറ്റഡ് ആവരുത് ആദ്യമൊന്നും, കേട്ടോ. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് സി പാർട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഓഡിയോ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമിന് കിട്ടുന്ന ഓഡിയോ അല്ലെങ്കിൽ പ്രാക്ടീസ് സമയത്ത് കിട്ടുന്ന ഓഡിയോ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂ ആണെങ്കിൽ
നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് പല കുട്ടികൾക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഇൻ്റർവ്യൂ ആണെങ്കിൽ ആ പറയുന്ന പ്രശ്നം ഇൻ്റർവ്യൂവിൽ വരില്ല. കാരണം നമ്മളെ ഈ പറയുന്ന ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു എന്ന്. അപ്പോൾ നിങ്ങളും ഡയറക്റ്റായിട്ട് അഥവാ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ പോലും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഈ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളും സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്തിരിക്കണം. ഓക്കെ, പോയ ക്വസ്റ്റ്യൻ പോട്ടെ, അതിനകത്ത് വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടത്തൊന്നുമില്ല. അത് പിന്നീട് നമുക്ക് ആലോചിച്ച് ആ 2 മിനിറ്റ്സിൽ എഴുതാം. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ ഈ ഒരു സ്കിപ്പിംഗ്, അതായത് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റേ ക്വസ്റ്റ്യനിലോട്ട് എങ്ങനെ പോയി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ്സ് നമ്മുടെ പ്രസൻറ്റർ ആരാന്നോ വെച്ചാൽ അവരിങ്ങനെ ഇടയ്ക്ക് നൗ അല്ലെങ്കിൽ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അല്ലെങ്കിൽ മൂവിങ് ടു അങ്ങനെയുള്ള ചില വേർഡ്സുകൾ ഉപയോഗിക്കും. ആ വേർഡ്സുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ബൾബ് കത്തണം. യെസ്, അവരടുത്ത ടോപ്പിക്കിലോട്ട് പോയി ഞാനും എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ടിപ്സിലൂടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റേ ക്വസ്റ്റ്യനിലോട്ട് എത്തി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സി പാർട്ടിലോട്ട് പോകുമ്പം ആദ്യത്തെ എക്സ്ട്രാക്റ്റിൽ ഒരു നറേഷൻ ഉണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ. അത് നിങ്ങൾ വായിക്കാൻ വേണ്ടി പോകണ്ട. അത് നിങ്ങൾ പ്രാക്ടീസിൻ്റെ ഒക്കെ സമയത്ത് എന്താണ് അവരവിടെ എഴുതിയേക്കുന്നത്, നമുക്ക് സി പാർട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനാണ് അവിടെ ആദ്യം കാണിക്കുന്നത്. അത് നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ബോധേഡാവരുത്, അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക. ആ സമയം കൂടി ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി, അതായത് 1 to 6 ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമുക്ക് 90 സെക്കൻഡ്സ്, അതായത് ഓഡിയോ തുടങ്ങുന്നതിന് മുന്നേ 90 സെക്കൻഡ്സ് ടൈം തരും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 to 6 ക്വസ്റ്റ്യൻ വായിക്കാനാണ് ഈ 90 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ്സ്. അപ്പോൾ ഈ 1.5 മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് 6 ക്വസ്റ്റ്യൻസും 1 2 3 4 5 6 ഈ 6 ക്വസ്റ്റ്യൻസും ഡെഫിനറ്റായിട്ടും വായിക്കണം. ഈ വായിച്ചു കഴിയുമ്പോൾ എന്താണ് ഓഡിയോയിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് ഐഡിയ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നതാണ്. ആ ബ്രെയിനിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവാൻ വേണ്ടി നമ്മുടെ ടോപ്പിക്ക് ഫെമിലിയർ ആവും. അതാണ് ഒന്ന്. പിന്നെ അത് ആദ്യം ഒന്ന് വായിച്ചു പോവുക, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ചു പോവുക. ഈ ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നതിൻ്റെ സമയത്ത് തന്നെ ക്വസ്റ്റ്യനിലുള്ള കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. എന്തിനാണ് ക്വസ്റ്റ്യൻ്റെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയാണ്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലെത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പ്രസൻറ്റേഷനാണ് നിങ്ങളുടെ ഓഡിയോ എങ്കിൽ, ഈ കീവേഡ് ഐഡൻറ്റിഫിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ജനറൽ ടേംസ് കീവേഡ് ആക്കരുത്. വളരെ സ്പെസിഫിക് ആയിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചത് അതിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ആ കീവേഡ് വേണം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യനിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ 1 to 6 നിങ്ങൾ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ റീഡിങ്ങിൽ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് പോകുന്നതിൻ്റെ കൂടെ അണ്ടർലൈൻ ചെയ്ത് പോയി. രണ്ടാമത് റീഡ് ചെയ്യുമ്പോൾ 6 to 1 6th ക്വസ്റ്റ്യൻ ടു ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് റീഡ് ചെയ്യുക. ഈ 6th ക്വസ്റ്റ്യൻ ടു ഫസ്റ്റിലോട്ട് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷൻസും കൂടി വായിച്ചു പോവുക. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾ ആദ്യം പ്രാക്ടീസൊക്കെ തുടങ്ങുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ സമയമെടുത്ത് ചെയ്താൽ മതി. ഈ 90 സെക്കൻഡ്സ് ഫോക്കസ് ചെയ്യരുത്. കാരണം നമ്മൾ ഫെമിലിയറൈസ് ആവുക ക്വസ്റ്റ്യനുമായിട്ട്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് സമയം അവർ 90 സെക്കൻഡ്സ് തരുമെങ്കിലും നിങ്ങൾ അവിടെ ഓഡിയോ പോസ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിച്ചു പോയാൽ മതി. പക്ഷേ പിന്നീട് ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് എക്സാക്ട്ലി എക്സാം വേർഷനിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ 6th ക്വസ്റ്റ്യനിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വായിക്കുമ്പോൾ ഓപ്ഷൻസും കൂടി വായിച്ചു പോവുക. ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ആ ഓപ്ഷൻസിലെ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഓപ്ഷനിലെ വേർഡ്സ് മിക്കവാറും അവരും യൂസ് ചെയ്യും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനും ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് തോന്നും ആ വേർഡല്ലേ ഇത് എന്ന് തോന്നും. അപ്പോൾ പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഒന്നും കൂടി ഓഡിയോ ലിസൺ ചെയ്ത് മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം
ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര എണ്ണം പറ്റുന്നോ അത് ചിലപ്പോൾ 6th 5th 4th 3rd ചിലപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോഴത്തേനും ഓഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ എന്നിരുന്നാലും ആ വായിച്ച 3 എണ്ണം നിങ്ങൾക്ക് തറവായിരിക്കും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഉടനെ ആ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക, റീഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓഡിയോയും കേൾക്കുക, എന്നിട്ട് ആൻസർ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ഒരു 4 എണ്ണം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയാൽ തന്നെ സി പാർട്ടിൽ 4, സി എക്സ്ട്രാക്ട് 1 4, അപ്പുറത്ത് 4 കിട്ടിയാൽ തന്നെ 8 മാർക്സ് ഇവിടെ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 22 മാർക്സ് മതി അപ്പുറത്ത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ 6th ഒരു 3rd വരെയൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാക്സിമം സ്കോർ നമുക്ക്, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റിലെ മാക്സിമം സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വായിക്കുക. ആദ്യമൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും റീഡിങ്, ബിക്കോസ് നമ്മൾ ഈ ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് കൂടി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പിന്നീട് ആ മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾ 6 ക്വസ്റ്റ്യൻ വരെ 6 ക്വസ്റ്റ്യന് ഓപ്ഷൻസ് അടക്കം വായിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലിസണിങ് പാർട്ട് സിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ലിസണിങ് പാർട്ട് സി ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാർ ദിവസവും അതൊരു 2 വട്ടമെങ്കിലും, അതായത് അറ്റ്ലീസ്റ്റ് എക്സ്ട്രാക്റ്റ് 1 എങ്കിലും 2 വട്ടം ചെയ്ത് അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എല്ലാവരുടെയും പ്രശ്നം സമയമാണ്. സോ പക്ഷേ നമുക്ക് ഉള്ള സമയത്ത്, അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓഫ് ഡ്യൂട്ടീസിൽ നിങ്ങൾ ഏറ്റവും വീക്കായ പാർട്ട് ഏതാണോ അത് 2 തവണയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റ്, അതായത് ABC ഓൾ ഇൻ ദ മൈൻഡ്, ABC ഹെൽത്ത് മിനിറ്റ്സ്, ABC ഹെൽത്ത് റിപ്പോർട്ട്, BBC ഹെൽത്ത് ചെക്ക്, BBC ഇൻസൈഡ് ഹെൽത്ത്, അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട് കേട്ടോ പോഡ്കാസ്റ്റുകൾ. അപ്പോൾ ഇത് OET റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഡെയിലി ഒരു 10 മിനിറ്റ്സ്, ഒന്നല്ല ഡിഫറെൻറ്റ്, എല്ലാത്തിൽ നിന്നും കുറച്ച് കേട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ABC എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം BBC നിങ്ങൾക്കറിയാം UK ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് ആക്സെൻ്റ് ആണ്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആക്സെൻറ്റ്സ് നമ്മൾ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇവരുടെ ഓഡിയോയായിട്ട് പെട്ടെന്ന് മിങ്കിളാവാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ OET ഡിസൈഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് ഓഡിയോസ് കേൾക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. കാരണം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേന് നമുക്കറിയാം നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷേ ഫോർ ദ എക്സാം പേർപ്പസ് നമ്മളൊരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്ക് കേൾക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം എൻ്റെ അടുത്ത്, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൽ OET പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.